ശങ്കുണ്ണേട്ടാ, എന്താ കുഞ്ഞേ? ഒരു സ്ട്രോങ് ചായ വേണം. ഞാൻ മുകളിലുണ്ടാവും. ഓ, നീ എന്താടാ ശിവ പേപ്പർ വെച്ച് ഒളിച്ചു കളിക്കുന്നത്? പത്രം വായിച്ചിട്ടും തീരുന്നില്ലേ? ചൗധരിയമ്മേ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുത്. പെണ്ണ് കെട്ടുകയും ചീത്തപ്പേരുണ്ടാക്കുകയും ചെയ്യാതെ ഈ പ്രായം വരെ ജീവിച്ച എനിക്കിപ്പോ പുതിയൊരു ബിരുദം നേടി തന്നിട്ട് വലിയ വർത്തമാനം പറയരുത്. നീ വിഷമിക്കാതെ. തള്ളക്കിട്ടൊരു തട്ട് വരുമ്പോ പിള്ളയെ എടുത്തേ തടുക്കാവൂന്നാണ് ഒരു പ്രമാണം. ഓഹോ, ആ നേരത്തെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ ഈ വീടിന്റെ നില നീ ഒന്ന് ചിന്തിച്ചു നോക്കി. ഒരുത്തി വെല്ലുവിളിച്ചിട്ട് പോയതേ ഉള്ളൂ അടിത്തറ മാന്തു വന്ന്. ഒപ്പം അജി ആദ്യത്തെ മൂലക്കല്ലു ഇളക്കിയാലേ. ഏതായാലും സന്തോഷമായി. എല്ലാരും കൂടി എന്റെ മേലൊരു അവിഹിത കിരീടം എടുത്ത് വെച്ചല്ലോ. ഇപ്പതാ അജി എന്നെ നോക്കുമ്പോ എന്റെ തൊലി ഇഴിഞ്ഞു പോവാ. ഒന്നും എതിർക്കാനും നിഷേധിക്കാനും പറ്റാത്ത അവസ്ഥയിലായിപ്പോയി ഞാനിപ്പോ. അതിനെക്കുറിച്ച് ചിന്തിച്ച് ഒടുക്ക എനിക്ക് തന്നെയാണ് അബദ്ധം പറ്റിയെന്ന് എനിക്ക് സംശയമായി തുടങ്ങി. നോക്ക് ശിവ, ഒരു കുടുംബം ആവുമ്പോ ഒന്നിച്ചു നിന്ന് ചെയ്യുന്ന തെറ്റിന് തൽക്കാലം ആരെങ്കിലും ഒക്കെ കുറ്റയക്കേണ്ടി വരുന്നത് സ്വാഭാവികമാണ്. നീ അത് കാര്യമാക്കരുത്. നിനക്ക് ഞങ്ങൾക്കും അറിയാലോ അവനോട് പറഞ്ഞതല്ല സത്യമെന്ന്. അജിയാണെങ്കിൽ അത് പുറത്താരോടും പറയുന്ന തരക്കാരനും അല്ല. എന്നെങ്കിലും എല്ലാ പ്രശ്നവും തീർന്ന് കുഞ്ഞ് അവന്റേതാണെന്ന് അറിയുമ്പോ കുളിക്കാതെ ഈറൻ ചുമക്കേണ്ടി വന്ന നിന്നോട് അവന് ഇഷ്ടവും കടപ്പാടും കൂടുകയുള്ളൂ. നീ തൽക്കാലം അങ്ങ് ക്ഷമിക്കും. ചതിച്ചല്ലോ ദൈവമേ. ചേച്ചി, ചേച്ചി ഒന്ന് വന്നേ.